നമസ്കാരം, കൃഷ്ണാരമിത്രത്തിലേക്ക് സ്വാഗതം. വൃന്ദാവനത്തിൽ നിന്ന് മധുരാപുരിയിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഉണ്ണികൃഷ്ണനുണ്ടല്ലോ, ഒരു ദിവസം ഉദ്ധവരെ ദൂതനായിട്ട് പറഞ്ഞയച്ചു വൃന്ദാവനത്തിലേക്ക്. അതായത് വ്രജവാസികളായിട്ടുള്ള ഗോപി ഗോപന്മാരുടെ സങ്കടം എല്ലാം പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഉദ്ധവരുടെ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത്. ശ്രീ ഗുരുവായൂരപ്പനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞും മനസ്സിലാക്കിയും അവരെ ആ വ്രജവാസികളെ ശാന്തരാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഉദ്ധവര് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസത്തെ ആ ഒരു വൃന്ദാവനത്തിലെ താമസത്തിന് ശേഷം ഉദ്ധവര് തിരിച്ചു വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഓരോ പൊതി കൊടുത്തയച്ചു കേട്ടോ. ഓരോ ഗോപികമാരും വന്ന് ഒരു പൊതി കൊടുത്തിട്ട് ഇത് ഒരു സമ്മാനപ്പൊതി കൊടുത്തിട്ട് ഇത് എൻ്റെ ഉണ്ണികൃഷ്ണന് കൊടുക്കണം എന്ന് ഓരോ ഗോപികമാരും വന്ന് പറയാണ്. ഒരു 10-20 പേരൊക്കെ തന്നതിന് ശേഷം പിന്നെയും തരാൻ തുടങ്ങിയപ്പോൾ ഉദ്ധവര് പറഞ്ഞു അത്രേ, ഇനി തരരുതേടോ, ഇനി തരുന്ന ആളുകൾ അവരവരുടെ പേരെഴുതിയതിന് ശേഷം എനിക്ക് തരണം. കാരണം എനിക്ക് നിങ്ങളുടെ പേരും ഈ സമ്മാന പൊതികളും കൂടി ഓർത്ത് വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഓരോരുത്തരും ആ സമ്മാന പൊതിയുടെ മുകളിലായിട്ട് ഇന്ന ആളുടെ വക എന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ഇത് കേട്ട സമയത്ത് ആ ഗോപികമാര് പറഞ്ഞു, ഈ ഒരു പൊതി വിട്ടത് ഇന്ന ആളാണ് എന്ന് ഈ പൊതി കയ്യിൽ കിട്ടുന്ന നിമിഷം മനസ്സിലാക്കാൻ സാധിക്കാത്തവനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങ് ഇത് അവിടെ കൊണ്ടുപോയി കൊടുക്കേണ്ട, പകരം കാളിന്തി നദിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയിക്കോളൂ എന്ന്. ഇതിൻ്റെ അർത്ഥം എന്താണോ ഗുരുവായൂരപ്പനായിട്ട് സമർപ്പിക്കുന്നത് അത് ഇന്ന ആള് സമർപ്പിച്ചതാണ് എന്ന് ഭഗവാന് ആ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും എന്ന് തന്നെയാണ്. ഇത് നമ്മൾക്കുള്ള സന്ദേശാട്ടോ. നമ്മളിൽ പല ആളുകളും ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്തിയാൽ ഒരു പിടി നാണയം എടുത്തിട്ട് കുറേ തവണ ചുറ്റി ഒഴിഞ്ഞ് ഇടാറുണ്ട് അല്ലെ. എന്തിനാ ഇങ്ങനെ ചുറ്റി ഒഴിഞ്ഞിടുന്നത്? അതല്ലെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പന് ഒരു വഴിപാട് കൊടുക്കുമ്പോൾ ഒരു ഭണ്ണാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് കൊടുക്കുമ്പോൾ ഡൊണേറ്റഡ് ബൈ ഇന്ന ആള് എന്ന് എഴുതാറുണ്ട് അല്ലേ. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാ. ഭഗവാനെ കാണിക്കാൻ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അത്രേ. കാരണം നമ്മളാ കൊടുത്തതെന്ന് ഭഗവാൻ അറിയാലോ, ഭഗവാനല്ലേ അറിയേണ്ടത്. അപ്പോൾ ഇനി വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സമർപ്പിക്കുന്ന വഴിപാട് നമ്മളും ഗുരുവായൂരപ്പനും മാത്രം അറിഞ്ഞിരിക്കട്ടെ അല്ലേ. ഇതും ആചാര്യൻ പറഞ്ഞു തന്നതാണ് കേട്ടോ.